എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റായെന്നറിയാം, എങ്കിലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ സ്റ്റേക്കേഷനൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് എന്നും വരാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ സ്റ്റേക്കേഷനൊന്നും പോയില്ല കേട്ടോ. നമ്മൾ മംസാർ ബീച്ചിൽ ഒന്ന് പോയി ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം നമ്മൾ ഈ വർഷം ബാർബിക്യൂ ഒന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല 2023. അപ്പോൾ ആ ഒരു സങ്കടം തീർത്ത് ബാർബിക്യൂ ഒക്കെ ചെയ്ത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് 2024 വീട്ടിലിരുന്ന് സ്വാഗതം ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടി നമ്മൾ മംസാർ ബീച്ചിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ബാർബിക്യൂ സെറ്റപ്പൊക്കെ ചെയ്യുകയാണ് കേട്ടോ. എല്ലാവരും നല്ല എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സായിട്ട് സ്റ്റേക്കേഷനൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഓൾമോസ്റ്റ് പകുതി ആൾക്കാരൊക്കെ നാട്ടിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തില്ല. അപ്പോൾ എന്താ പറയുക, 2023 നമുക്ക് സന്തോഷകരമായിട്ട് പറഞ്ഞു വിടുകയും വേണമല്ലോ. അങ്ങനെ വന്നതാണ് നമ്മളിവിടെ. ചിക്കനും വെജിറ്റബിളും ഒക്കെ നമ്മൾ നല്ല ബാർബിക്യൂ സെറ്റപ്പൊക്കെ ചെയ്ത് നല്ല എൻജോയ് ചെയ്ത് കടലിലൊക്കെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഈവനിങ് ആയപ്പോൾ പിരിയായിരുന്നു. കാരണം നമ്മൾ എല്ലാ വർഷവും നമ്മൾ ട്രാഫിക്കിൽ കിടന്നുകൊണ്ടുള്ള ഒരു ന്യൂ ഇയർ അല്ലേ നമ്മൾ ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ പോകുമ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വേണ്ടാന്ന് കരുതിയിട്ടാണ് നമ്മൾ നേരത്തെ ഇതെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് കൂടുതലും അറിയാം, നമ്മൾ ഒത്തിരി സ്റ്റേക്കേഷൻ പോയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഓൾമോസ്റ്റ് UAE ഓൾമോസ്റ്റ് ഫാംസൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി തണുപ്പുമല്ല ചൂടും അല്ലാത്ത നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ചെറുതായിട്ട് ഒന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു, എങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറി. പിന്നെ കുട്ടികളെ ബീച്ച് സൈഡാണല്ലോ, അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ 2023 നമ്മൾ അതീവ സന്തോഷകരമായി ഒരു യാത്ര പറയലിൻ്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. നമ്മൾ എന്താ പറയുക, 2024 വെൽക്കം എന്ന് പറയുമ്പോൾ നമ്മൾ 2023 ഒരിക്കലും വിഷമിച്ച് പറഞ്ഞു വിടരുത്, സന്തോഷകരമായി തന്നെ പറഞ്ഞു വിടണം. അങ്ങനെയല്ലേ വേണ്ടത്. നമ്മൾ ഈ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ട് 2023 അങ്ങ് ഉന്തി തള്ളി വിടുന്നതായിട്ട്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ സന്തോഷകരമായിട്ട് തന്നെ ആളെ പറഞ്ഞു വിടണം. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് ഫുള്ള് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നമ്മുടെ കോണൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അവസാനം അതൊക്കെ കഴിച്ചിട്ട് ആർക്കും ചിക്കൻ കഴിക്കാനുള്ള വിശപ്പുണ്ടായിരുന്നില്ല. അത് ചുട്ടി തിന്നപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റായിരുന്നു. പിന്നെന്താ, കുറേ നേരം പാട്ടൊക്കെ പാടി ഷട്ടിലൊക്കെ കളിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച് പിള്ളേർ പ്ലേ ഏരിയയിൽ ഫുള്ള് കളിച്ച് ആ സമയത്തേക്കൊക്കെ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബീച്ചിലൊക്കെ കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കഴിച്ച് പിരിയായിരുന്നു കേട്ടോ. അപ്പോഴേ എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ കിടന്ന് പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ. അതൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ. നിങ്ങളതൊക്കെ ചെയ്തു തരണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒത്തിരി സപ്പോർട്ടീവായിരിക്കും. അപ്പോൾ അതൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്തു തരാം. ഇപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ എന്താ പറയുക 2024 വരവേറ്റിരിക്കുകയാണ്. നല്ല ഒരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും. നമ്മളും നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം സന്തോഷകരമായി നടക്കുകയാണെങ്കിൽ എല്ലാം ഞാനിവിടെ ഷെയർ ചെയ്തെന്നായിരിക്കും. ഒരു നല്ല പ്രതീക്ഷയോടു കൂടി നല്ല ഒരു ന്യൂ ഇയർ ആയിരിക്കട്ടെ. ഓരോരുത്തർക്കും സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ. ഇപ്പോൾ അസുഖങ്ങളെല്ലാം മാറി, അതായത് ഇപ്പോൾ നമ്മൾ കുറേ ആയല്ലോ അനുഭവിക്കുന്നു, അതെല്ലാം മാറി നല്ലൊരു കാലം ഉണ്ടാവട്ടെ. അങ്ങനത്തെ ഒത്തിരി പ്രതീക്ഷകളോടെ നമുക്ക് 2024
വരവേൽക്കാം. നമ്മൾ പാർക്കിലെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെടിക്കെട്ട് കാണാനായിട്ട് രാത്രിയിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസിനുമായിട്ട് ഒന്ന് ജസ്റ്റ് അജ്മാൻ ഏരിയയിൽ പോയി നിന്നിട്ട് നമ്മുടെ ഫയർ വർക്ക്സ് കാണാൻ പോയതാണ് കേട്ടോ. റാസൽ കൈമയിലെ ഫയർ വർക്ക്സ് ആണ്. നല്ല ദൂരെ നിന്നിട്ട് ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണാമായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ നമ്മൾ കണ്ടു. കിടന്നുറങ്ങണം എന്നൊക്കെ സത്യത്തിൽ വിചാരിച്ചതാണ്. പക്ഷേ എന്താ പറയുക, ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നമ്മളും പോയി, വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ തിരിച്ചു വന്നു. ഒത്തിരി എന്താ പറയുക, ഒത്തിരി വലിയ ഏരിയകളിലേക്കൊന്നും പോയില്ല. ചെറിയ തോതിൽ നമ്മളും കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല എൻജോയ് ചെയ്ത് നമ്മൾ 2024 വരവേറ്റിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. അതുപോലെ എനിക്കും നല്ല വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.